നമസ്കാരം. തൃശൂർ ചാവക്കാട് ദേശീയപാത 66-ലും വിള്ളൽ. നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് 50 മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ ടാറിട്ട് വിള്ളൽ മൂടി. 50ഓളം മീറ്റർ നീളത്തിലാണ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആശങ്കയാകുകയാണ് സംസ്ഥാനത്തെ ദേശീയപാതകൾ. 2 ദിവസത്തിനിടെ 3 ഇടങ്ങളിലാണ് ദേശീയപാതകൾ ഇടിഞ്ഞു വീണത്. മലപ്പുറത്ത് കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും 6 വരി പാത ഇടിഞ്ഞ് സർവീസ് റോഡുകൾ തകർന്നു. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ പലയിടത്തും റോഡ് തകർന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ശക്തമായ ഒരു മഴ പെയ്തപ്പോഴാണ് മലപ്പുറത്തും കാസർഗോഡും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ റോഡ് ഇടിഞ്ഞു വീണത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് ഇടിയാൻ കാരണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ നിർമ്മാണ രീതിയല്ല സ്വീകരിച്ചത്. വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ശക്തമായ മഴ തുടരുന്നതിനാൽ വടക്കൻ ജില്ലകളിൽ നിർമ്മാണം നിർത്തിവെച്ചു. മണ്ണുറപ്പില്ലാത്ത സ്ഥലങ്ങളിലും വയലുകളിലും നീരൊഴുക്കുള്ള ഇടങ്ങളിലുമായാണ് പാത കടന്നു പോകുന്നത്. 50 അടി ഉയരമുള്ള ഭാഗങ്ങളുമുണ്ട്. ഇവിടെ ഇരുവശത്തും ഇന്റർലോക്ക് ബ്രിക്കുകൾ അടുക്കി അതിന് നടുവിൽ മണ്ണിട്ട് നികത്തിയാണ് പാത നിർമ്മിച്ചത്. മലപ്പുറം കൂരിയാടാണ് ആദ്യം ദേശീയപാത ഇടിഞ്ഞു വീണത്. പുതിയ 6 വരി പാതയുടെ ഭാഗമാണ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിച്ചത്. സംഭവത്തിൽ 3 അംഗ വിദഗ്ധ സമിതിയെ അന്വേഷണത്തിനായി ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുണ്ട്. റോഡിൽ വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല എന്ന് പ്രദേശവാസികൾ ആരോപിച്ചിരുന്നു.